ഹലോ, ഞാൻ ജയമതി. ഇന്ന് 2026 ഓഗസ്റ്റ് 7-ാം തീയതിയാണ്. നാം ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനപൂർവ്വം നാം ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. ഇന്ന് ദേശീയ കൈത്തറി ദിനമാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ എല്ലാം പിന്തുടർച്ചയായി നാം ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് കൈത്തറി ദിനം എന്ന് പറയാം. അതായത് 1905 കൽക്കട്ട ടൗണിൽ വെച്ച് സ്വദേശീയ പ്രസ്ഥാനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇതിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് നാം വിദേശ വസ്തുക്കൾ വർജിക്കുകയും നമ്മുടെ സ്വദേശത്ത് നിർമ്മിക്കുന്ന വസ്ത്രങ്ങളും ഉൽപ്പന്നങ്ങളും നാം ഉപയോഗിക്കുകയും ചെയ്യണം എന്ന് ഭാരതീയരെ ആഹ്വാനം ചെയ്യുന്ന ഒരു സമര രീതിയായിരുന്നു സ്വദേശി പ്രസ്ഥാനം. അതിനോടനുബന്ധിച്ചാണ് ഇന്ത്യയിൽ കൈത്തറി ഉൽപ്പന്നങ്ങൾ ധാരാളമായി നിലവിൽ വന്നത്. ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഇന്ന് ഈ നാം ആചരിക്കുന്ന നാഷണൽ ഹാൻഡ്ലൂം ഡേ അല്ലെങ്കിൽ ദേശീയ കൈത്തറി ദിനത്തിൽ നാം ഓർക്കുന്നത് ഭാരതത്തിന്റെ കൈത്തറി പാരമ്പര്യത്തെയും അത് നിലനിർത്തുന്നതിന് വേണ്ടി നാം അനുഭവിക്കുന്ന ത്യാഗങ്ങളെയും ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന തൊഴിലാളികളെയും നമ്മൾ വളരെയധികം സ്നേഹത്തോടെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്ന് വിളിച്ചു പറയുന്ന ഒരു ദിവസമാണ് ഈ ദേശീയ കൈത്തറി ദിനം. ശരിക്കും പറഞ്ഞാൽ 2015 നിലവിലെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് ചൈനയിൽ വെച്ച് ഈ ഓഗസ്റ്റ് 7-ാം തീയതി ദേശീയ കൈത്തറി ദിനമായി പ്രഖ്യാപിക്കുകയും ആചരിക്കാൻ തുടക്കമിടുകയും ചെയ്തത്. ഇന്ന് രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന കൾച്ചറൽ ഹാളിലെ എല്ലാ പരിപാടികൾക്കും മുഖ്യാതിഥിയായി നേതൃത്വം നൽകുന്നത് നമ്മുടെ ബഹുമാനീയായ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമുവാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് നമ്മുടെ കൈത്തറി മേഖല എന്നത്. 2026 അല്ലെങ്കിൽ ഈ വർഷത്തെ കൈത്തറി ദിനാഘോഷങ്ങളോടനുബന്ധിച്ചുള്ള പ്രമേയം എന്ന് പറയുന്നത് ഗിവിംഗ് ദ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാവിയെ നെയ്തെടുക്കുക. അതായത് കൈത്തറി മേഖലയിൽ പുതിയ കുതിച്ചുചാട്ടം നടത്താൻ നാം തീരുമാനിക്കുന്നു. അതിനനുസരിച്ചുള്ള പുതിയ പുതിയ പദ്ധതികൾ നാം രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. കൂടുതൽ സാങ്കേതിക വിദ്യ ഈ രംഗത്ത് ഉപയോഗിക്കുകയും പുതിയ ഡിസൈനുകൾ ഈ രംഗത്ത് ഉപയോഗിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ അനേകം പുതിയ സംരംഭകർക്ക് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ മേഖലയിൽ ഒരുക്കി കൊടുക്കാനും സർക്കാർ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ഈ വർഷത്തെ പ്രത്യേകത. അപ്പോൾ ഈ കൈത്തറി ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് തീർച്ചയായും നമ്മുടെ രാജ്യത്ത് നിർമ്മിക്കുന്നതാണ്. ഇതിൽ മായമില്ലാതെ അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുന്ന വസ്തുക്കൾ തന്നെയാണ് നാം ഈ കൈത്തറി മേഖലയിൽ ഉപയോഗിക്കുന്നത്. ഈ കൈത്തറിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൈത്തറി മേഖലയുടെ പ്രാധാന്യം എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുമായി വളരെയധികം ഇണങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ചേർന്നിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മുടെ കൈത്തറി മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളിൽ 70% സ്ത്രീകളാണ്. അപ്പോൾ ഈ കൈത്തറി മേഖല തന്നെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു വ്യക്തമായ ഒരു തെളിവാണ്. അതായത് ഓരോ രാഷ്ട്രത്തിന്റെ നിർമ്മിതിയിൽ ഓരോ സ്ത്രീക്കും പങ്കുണ്ട്. ഓരോ സ്ത്രീയും രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ വളരെയധികം വലിയ ഒരു പങ്ക് വഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളതിനുള്ള വ്യക്തമായ തെളിവാണ് നമ്മുടെ ഭാരതത്തിന്റെ കൈത്തറി മേഖല. അതായത് 70% തൊഴിലാളികളും സ്ത്രീയാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട വേറെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ നാം ഉപയോഗിക്കുന്ന കൈത്തറി ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ എക്കോ ഫ്രണ്ട്ലിയാണ്. അതായത് പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുന്നതാണ്. പ്രകൃതിയുമായി സൗഹാർദ്ദപരമായ രീതിയിലാണ് ഈ ഉൽപ്പന്നങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ഈ ഉൽപ്പന്നങ്ങളെല്ലാം നാം നിർമ്മിച്ചെടുക്കുന്നത്. ഇതൊരിക്കലും നമ്മുടെ പ്രകൃതിക്കോ നമ്മുടെ പരിസരത്തിനോ യാതൊരു തരത്തിലുള്ള ദൂഷ്യമോ അങ്ങനെ ഒരു മാരകമായ അസുഖങ്ങൾക്ക് കാരണമാവുകയോ ഒന്നും ചെയ്യുന്നില്ല. നാം ചിന്തിച്ചു നോക്കുക, മറ്റ് ഏത് വസ്തുക്കൾ നിർമ്മിക്കുന്നതിനായാലും അതിന്റെ ഫാക്ടറികളിലൊക്കെ വളരെ അധികം മാലിന്യം ഉണ്ടാകുന്നു, അന്തരീക്ഷ മലിനീകരണമൊക്കെ ഒത്തിരി ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് നാം ഇന്ന് ജീവിക്കുന്നത്. പക്ഷേ കൈത്തറി മേഖല അത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളുമില്ല നമ്മുടെ പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന ഒരു ജീവിതമാണ് കൈത്തറി മേഖലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കൈത്തറി ഉൽപ്പന്നങ്ങൾ നമ്മൾ സ്വീകരിക്കുകയും നമ്മൾ ഉപയോഗിക്കുകയും കൈത്തറി തൊഴിലാളികളോട് നമ്മുടെ ആദരവ് പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ രംഗത്ത് പണിയെടുക്കുന്ന എല്ലാ തൊഴിലാളികളെയും
പ്രത്യേകിച്ച് സ്ത്രീകളെയും നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെച്ച് നിങ്ങളും നമ്മുടെ രാഷ്ട്ര നിർമ്മാണത്തിന്റെ പങ്കാളികളാണ്, നിങ്ങളെ ഞങ്ങൾ ആദരിക്കുന്നു, നിങ്ങളോടൊപ്പം ഞങ്ങളും ഒത്തുചേരുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കൂടുതൽ കൈത്തറി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണമെന്ന് വരുന്ന തലമുറയെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് അവർക്ക് പുതിയ തലമുറയ്ക്ക് കൈത്തറി ഉൽപ്പന്നങ്ങളെ കൂടുതലായി പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ യാത്ര തുടരാം. ഓക്കെ, ബൈ.